ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയൊരു ഒന്നാണെന്ന് മലയാളികളെ പഠിപ്പിച്ച മജീദിന്റെയും അവന്റെ സുഹറയുടെയും കഥ. അവരുടെ ബാല്യകാലത്ത് നിന്നാണ് കഥ തുടങ്ങുന്നത്. കൂട്ടുകാരാവുന്നതിന് മുൻപ് അവർ എതിരാളികളായിരുന്നു. ഒരു മാഞ്ചുവട്ടിൽ വെച്ച് ആ ശത്രുത സൗഹൃദത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് അങ്ങോട്ടുള്ള അവരുടെ ജീവിതയാത്രയാണ് ഈ കൊച്ചു നോവൽ പറയുന്നത്. കുസൃതിയും സന്തോഷവും നിറഞ്ഞ ബാല്യകാലം തീഷ്ണാനുഭവങ്ങളുടെ കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും വഴിമാറുമ്പോൾ അവരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് മാറുന്നു. വളരെ സ്വാഭാവികമായി ആ പരിണാമം അവതരിപ്പിക്കാൻ ബഷീറിന് കഴിഞ്ഞിട്ടുണ്ട്. മജീദ് ഒരു സമ്പന്ന കുടുംബത്തിലെ കണിശക്കാരനായ പിതാവിന്റെ മകനായിരുന്നെങ്കിൽ സുഹറ നേരെ തിരിച്ചായിരുന്നു. പഠനത്തിൽ മിടുക്കിയായ അവൾക്ക് പട്ടണത്തിൽ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ബാപ്പയുടെ മരണത്തോടെ ജീവിതം അവളെ കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. സുഹറയെ കൂടി പഠിപ്പിക്കാൻ മജീദ് അവന്റെ ബാപ്പയോട് അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും ആ ആവശ്യം ബാപ്പ നിഷ്കരണം തള്ളിക്കളയുന്നു. കഥയുടെ ഒരു ഘട്ടത്തിൽ മജീദ് നാട് വിടാൻ തീരുമാനിക്കുകയാണ്. സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുന്ന ബാപ്പയിൽ നിന്നും അപമാനവും മർദ്ദനവും നേരിടേണ്ടി വന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് മജീദ് എത്തുന്നത്. ആ രാത്രി പ്രിയപ്പെട്ട സുഹറയോട് പോലും യാത്ര ചോദിക്കാതെ അവൻ നാടും വീടും ഉപേക്ഷിച്ച് യാത്രയാവുന്നു. കയ്യിൽ പണമില്ലാതെ യൗവനത്തിനെ മാത്രം കരുത്താക്കി സഞ്ചരിക്കുന്നു. ഗ്രാമം പിന്നിട്ട് പട്ടണം കടന്ന് കാടും മലകളും നഗരങ്ങളും കടന്ന് ആ യാത്രയിൽ വെച്ചാണ് അയാൾ വലിയൊരു സത്യം മനസ്സിലാക്കുന്നത്. മനുഷ്യർ എവിടെയും ഒരുപോലെയാണ്. ഭാഷയ്ക്കും വേഷത്തിനും മാത്രം വ്യത്യാസം. ജനന മരണങ്ങൾക്കിടയിലെ യാതനകൾ എല്ലായിടത്തുമുണ്ട്. ആ തിരിച്ചറിവിൽ മജീദ് നാട്ടിലേക്ക് മടങ്ങുകയാണ് സുഹറയെ വിവാഹം കഴിക്കാൻ. എന്നാൽ നാട്ടിലെത്തി അയാളെ കാത്തിരുന്നത് ശുഭകരമായ വർത്തമാനങ്ങളായിരുന്നില്ല. പണവും പ്രതാപവും നഷ്ടപ്പെട്ട ബാപ്പയും കുടുംബവും. തന്റെ ഇഷ്ടത്തോടെ അല്ലാതെ മറ്റൊരാളുടെ രണ്ടാം ഭാര്യയായി പട്ടിണി കിടന്നും മർദ്ദനമേറ്റും ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുന്ന സുഹറ. ഈ ദുഃഖങ്ങൾക്കിടയിലും അയാൾക്ക് ആശ്വാസമാകുന്നത് സുഹറ താൻ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടെന്ന അറിവാണ്. അവർ വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു. അതിന് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഒരു തൊഴിൽ അന്വേഷിച്ചാണ് ഇപ്രാവശ്യം മജീദ് യാത്രയാവുന്നത്. പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് സുഹറ അയാളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ബസ് എത്തുന്നു. സുഹറയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനാകാതെ മജീദ് യാത്രയാവുന്നു. ജീവിതം സുന്ദരമെന്ന് തോന്നുന്ന നിമിഷത്തിലായിരിക്കും നമ്മൾ ദുരന്തങ്ങളുടെ ഗർത്തത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. അത്തരമൊരു സംഭവം മജീദിന്റെ ജീവിതത്തിലും നടക്കുന്നു. എന്നിട്ടും എല്ലാമെല്ലാമായ വഴികാട്ടിയായ പ്രണയത്തിന്റെ കരം പിടിച്ച് അയാൾ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ജീവിതം അവിടെയും മജീദിനോട് കരുണ കാണിക്കുന്നില്ല. അയാളെ ഉലച്ചുകൊണ്ട് ഒരു ദുരന്തം കൂടി സംഭവിക്കുന്നു. മജീദും സുഹറയും കിനാവിൽ കെട്ടിപ്പടുത്ത സുന്ദരമായ ജീവിതം ഒരു സ്മാരകമായി തീരുന്നു. ദുഃഖത്തോടെ ഈ നോവൽ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ വായനക്കാരെ പിന്തുടരുന്ന ഒരു ചോദ്യമുണ്ട്. അന്ന് യാത്ര പുറപ്പെടാൻ നിൽക്കുമ്പോൾ സുഹറ മജീദിനോട് പറയാൻ ശ്രമിച്ചത് എന്തായിരുന്നു? ഒന്നുറപ്പാണ്, ആ ചോദ്യം അയാളെയും പിന്തുടരും. അയാൾക്ക് അതിൽ നിന്ന് മോചനമില്ല തന്നെ. ചെറിയൊരു നോവലാണിത്. DC ബുക്സ് ആണ് ഇതിന്റെ പ്രസാധകർ. പല പ്രണയകഥകളിലും കാണാറുള്ള അതിനാടകീയതയോ ഏച്ചുകെട്ടലുകളോ ഈ നോവലിലില്ല. പ്രണയത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്ന മുഷിപ്പിക്കുന്ന വലിയ വലിയ ഖണ്ഡികകളുമില്ല. അതുതന്നെയാണ് ഈ നോവലിന്റെ ഭംഗിയും. ചെറുതായിരിക്കുമ്പോഴും വലിയ ലോകത്തെ ഉൾക്കൊള്ളുന്നതിന്റെ ഭംഗി. കുറഞ്ഞ താളുകൾക്കുള്ളിൽ തളിർത്തു പൂവിട്ട് കൊഴിഞ്ഞു വീണ മനോഹരമായൊരു പ്രണയകഥ. അതാണ് ബാല്യകാലസഖി. 1944 പ്രസിദ്ധീകരിച്ച ഈ കൃതി പല കാലഘട്ടത്തിലായി 2 തവണ സിനിമയാക്കിയിട്ടുണ്ട്. MP പോളിന്റെ നല്ലൊരു അവതാരികയുമുണ്ട് പുസ്തകത്തിൽ. നിങ്ങൾ ഇതുവരെയും ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കാൻ ശ്രമിക്കണം. വായിച്ചവരാണെങ്കിൽ അഭിപ്രായം പങ്കുവയ്ക്കാനും ശ്രമിക്കണം.